നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. അതിരപ്പിള്ളിയിൽ യുവതിയെ റിസോർട്ടിലെത്തിച്ച് മയക്കുമരുന്ന് നൽകി പീഡിപ്പിക്കുകയും ദൃശ്യങ്ങൾ പകർത്തി സ്വർണം കവരുകയും ചെയ്ത കേസിൽ കുപ്രസിദ്ധ കുറ്റവാളി കുട്ടിച്ചാത്തൻ ഫിജോ അറസ്റ്റിൽ. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ ചാലക്കുടിയിൽ നിന്ന് പിടികൂടിയത്. കവർച്ചയും മോഷണവുമടക്കം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇയാൾ. കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. അതിജീവിതയ്ക്ക് വാടകയ്ക്ക് വീടെടുത്തു നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് കൊരട്ടി മുരിങ്ങൂർ സ്വദേശിയായ പുല്ലൻ വീട്ടിൽ ഫിജോ ജോസ് എന്ന കുട്ടിച്ചാത്തൻ ഫിജോ യുവതിയെ കൂട്ടിക്കൊണ്ടുപോയത്. തുടർന്ന് അതിരപ്പിള്ളിയിലുള്ള ഗ്രീൻ സൈറ്റ് എന്ന റിസോർട്ടിലെത്തിച്ച് കുടിവെള്ളത്തിൽ മാരക മയക്കുമരുന്നായ MDMA കലർത്തി നൽകി ക്രൂരമായി ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു. പീഡന ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയ പ്രതികൾ ഇത് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി അതിജീവിതയുടെ 1 പവന്റെ സ്വർണ്ണമാലയും സ്വർണ്ണവളയും കവർന്നു. ഈ കേസിൽ നേരത്തെ കൊടകര സ്വദേശി റഷീദ, പെരിന്തൽമണ്ണ സ്വദേശി ജലാലുദ്ദീൻ എന്ന ഡോസ്, അതിരപ്പള്ളി സ്വദേശി ജോബിൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ ഒളിവിൽ പോയ കുട്ടിച്ചാത്തൻ ഫിജോ ചാലക്കുടി കൂടപ്പുഴയിൽ എത്തിയിട്ടുണ്ടെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പിടികൂടിയത്. പിടിയിലായ പ്രതികളെല്ലാം ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ്. ഇപ്പോൾ അറസ്റ്റിലായ കുട്ടിച്ചാത്തൻ ഫിജോ ചാലക്കുടി, കൊരട്ടി, കാലടി ഉൾപ്പെടെയുള്ള സ്റ്റേഷനുകളിലായി 2 കവർച്ച, 9 മോഷണം, സ്ത്രീകളെ ആക്രമിച്ച കേസടക്കം 14 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. നേരത്തെ പിടിയിലായ കൊടകര സ്വദേശി റഷീദാകട്ടെ 2016 തൃശൂർ അയ്യന്തോളിലെ ഫ്ളാറ്റിൽ വെച്ച് ഷൊർണൂർ സ്വദേശി സതീഷിനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ്. ഇതിനു പുറമെ വധശ്രമം, തട്ടിപ്പ്, ജയിലിനുള്ളിൽ മൊബൈൽ ഉപയോഗിച്ച കേസുൾപ്പെടെ 16 കേസുകൾ ഇയാൾക്കെതിരെയുണ്ട്. മറ്റൊരു പ്രതിയായ ജലാലുദ്ദീൻ മയക്കുമരുന്ന് കേസുകളടക്കം 4 കേസുകളിൽ പ്രതിയാണ്. ചാലക്കുടി DYSP KP ബെന്നി, SIമാരായ സുനിൽകുമാർ, സതീശൻ മടപ്പാട്ടിൽ, PM മൂസ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ കുടുക്കിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. 41 വർഷത്തെ സേവനം പൂർത്തിയാക്കി താളൂപ്പാടം അങ്കണവാടിയിൽ നിന്നും വിരമിക്കുന്ന അധ്യാപിക ലിസിക്ക് ഊഷ്മളമായ യാത്രയയപ്പ് നൽകി താളൂപ്പാടം നിവാസികൾ. പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ് ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ നൂർജഹാൻ നവാസ് അധ്യക്ഷയായി. ബ്ലോക്ക് മെമ്പർ സവിത ജനനൻ, 6ാം വാർഡ് മെമ്പർ ലിൻഡോ പള്ളിപ്പറമ്പൻ, മുൻ മെമ്പർ ലൈല ബഷീർ, ബിന്ദു, അങ്കണവാടി ഹെൽപ്പർ പ്രിയ രാധാകൃഷ്ണൻ, മഞ്ജു ജസ്റ്റിൻ, ഗ്രേസി വർഗീസ്, ബേബി കണ്ണമ്പടത്തി, പ്രോഗ്രാം കൺവീനർ ലിയ സിബി തുടങ്ങിയവർ സംബന്ധിച്ചു. ALMC അംഗങ്ങൾ ചടങ്ങിന് നേതൃത്വം നൽകി. ഇത് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. എങ്ങനെയെങ്കിലും ഈ റിട്ടയർമെന്റ് ആയാൽ മതി. എനിക്ക് അത്രയ്ക്കും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. എനിക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാണ്ടാകുമ്പോൾ പിന്നെ ഉള്ള ടീച്ചർമാരെ ആശ്രയിച്ച് അവരെടുത്ത് പോയി അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് അപ്പോൾ അതിനൊക്കെ എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയാണ്. യോഗം അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ വാർഡ് മെമ്പർ നൂർജഹാൻ നവാസ്, അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ താരം എന്ന് നമുക്ക് പറയാവുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട 41 വർഷത്തെ സേവനത്തിന് ശേഷം നമ്മുടെ ഏറ്റവും പ്രിയങ്കരിയായ നമ്മുടെ ടീച്ചർ ലിസി ടീച്ചർ, അതുപോലെ തന്നെ നമ്മുടെ മുൻ മെമ്പർ ലൈല മെമ്പർ, പിന്നെ ആശംസകൾ അർപ്പിക്കാനെത്താൻ ഇരിക്കുന്ന നമ്മുടെ ബ്ലോക്ക് മെമ്പർ സവിത, അതുപോലെ തന്നെ ഇവിടെ ഉള്ള അംഗൻവാടിയുടെ നമ്മുടെ ഹെൽപ്പർ ആയിട്ട് പ്രിയ ടീച്ചർ. പറയാറ് അപ്പോൾ എന്താ പറയാ, എൻ്റെ മോളെയൊക്കെ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് ഭയങ്കര മടിച്ചായിരുന്നു, കരച്ചിലായിരുന്നു. ടീച്ചറെ സാരി തുമ്പിൽ ചുറ്റിക്കെട്ടി ഇങ്ങനെ നിൽക്കും. അവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങിയ ബന്ധങ്ങളാണ്. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ പഞ്ചായത്ത് മെമ്പർ ആവണേ മുന്നേ തന്നെ ആശാ വർക്കറായിട്ടാണെങ്കിലും ഞങ്ങൾ തമ്മിൽ ഒരുപാട് കോണ്ടാക്റ്റുകളുണ്ട്. ആമ്പല്ലൂരിൽ സാമൂഹ്യവിരുദ്ധരുടെ അതിക്രമം. റോഡ് ടാറിങ്ങിനായി എത്തിച്ച മിക്സിംഗ് ഓയിൽ സാമൂഹ്യവിരുദ്ധർ റോഡിലേക്ക് മറിച്ചിട്ടു. റോഡിൽ പരന്ന ഓയിൽ തെന്നി വീണ സ്കൂട്ടർ യാത്രക്കാരിക്ക് പരിക്കേറ്റു. തുടർന്ന് പുതുക്കാട് ഫയർഫോഴ്സ് സംഘമെത്തി സോപ്പ് പൊടിയും വെള്ളവും ഉപയോഗിച്ച് 1 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് റോഡ് പൂർണ്ണമായും വൃത്തിയാക്കിയത്. ആമ്പല്ലൂർ കള്ളായി PWD റോഡിലെ മുട്ടിത്തടി പ്ലാവുകുന്ന് പ്രദേശത്തിന് സമീപമുള്ള യൂണിയൻ സ്റ്റോപ്പ് ഭാഗത്തെ റോഡിലാണ് സംഭവം. പ്രദേശത്തെ റോഡ് ടാറിംഗ് ജോലികൾക്കായി എത്തിച്ചിരുന്ന മിക്സിംഗ് ഓയിലാണ് സാമൂഹ്യവിരുദ്ധർ റോഡിലേക്ക് പൂർണ്ണമായും മറിച്ചിട്ടത്. കഴിഞ്ഞ
കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഈ വഴി കടന്നുപോയ സ്കൂട്ടർ യാത്രികയായ പെൺകുട്ടി റോഡിലെ ഓയിലിൽ തെന്നി വീഴുകയായിരുന്നു. അപകടം കണ്ടയുടൻ തന്നെ ഓടിക്കൂടിയ നാട്ടുകാർ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തി പ്രഥമ ശുശ്രൂഷ നൽകി. റോഡിൽ ടാറിംഗ് ഓയിൽ ഒഴുകിപ്പറന്നതാണ് അപകടത്തിന് കാരണമായതെന്ന് നാട്ടുകാർ തിരിച്ചറിഞ്ഞു. തുടർന്ന് നാട്ടുകാർ ഉടൻ തന്നെ പുതുക്കാട് ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയായിരുന്നു. സംഭവസ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് സംഘം റോഡിലെ വഴുക്കൽ മാറ്റാൻ സോപ്പ് പൊടിയും അതോടൊപ്പം ശക്തമായ ജലപ്രവാഹവും ഉപയോഗിച്ച് റോഡ് കഴുകി വൃത്തിയാക്കി. ഏകദേശം 1 മണിക്കൂറോളം നീണ്ട കഠിന ശ്രമത്തിനൊടുവിലാണ് റോഡ് പൂർണ്ണമായും ഗതാഗതയോഗ്യമാക്കാൻ സാധിച്ചത്. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് മഴക്കാലപൂർവ്വ മെഗാ ശുചീകരണത്തിന്റെ ഭാഗമായി പുതുക്കാട് ടൗൺ പ്രദേശം ശുചീകരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് രതി ബാബു പരിപാടി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KG ജോജു അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് ജീവനക്കാർ, അംഗനവാടി പ്രവർത്തകർ, ആശാവർക്കർമാർ, ഹരിതകർമ്മസേന അംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണ യജ്ഞം നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി PR ജോൺ എന്നിവരും സംബന്ധിച്ചു. ആശാ വർക്കർമാര്, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, തൊഴിലുറപ്പ്, കുടുംബശ്രീ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് നമ്മള് പുതുക്കാട് ടൗൺ വാർഡായ പുതുക്കാട് 2ാം വാർഡിനെ ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായിട്ടുള്ള പരിപാടിയാണ് ഇവിടെ നടത്തുന്നത്. പ്ലാസ്റ്റിക് വിമുക്ത പ്രദേശമാക്കി മാറ്റുന്നതിനും അതുപോലെ തന്നെ ഈ ശുചീകരണ പ്രവർത്തനങ്ങളിൽ എല്ലാവരും പങ്കാളികളായിക്കൊണ്ട് തന്നെ ഈ ശുചീകരണം കൃത്യമായിട്ട് നമ്മുടെ ഈ അങ്ങാടി വൃത്തിയാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഈ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അങ്ങാടി ക്ലീൻ ആക്കുകയാണ്. അതിലേക്ക് ഇപ്പോൾ എന്താ പറയുക, ഈ ശക്തി കണ്ടിട്ട് ഭയങ്കര സന്തോഷമുണ്ട്. ഹരിതകർമ്മസേനയാണെങ്കിലും ആശാപ്രവർത്തകരാണെങ്കിലും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും പഞ്ചായത്ത് ജീവനക്കാരായാലും കുടുംബശ്രീ ഉണ്ട്. നമ്മുടെ പഞ്ചായത്ത് ശുചീകരണ യജ്ഞത്തിന് തുടക്കമായിരിക്കുകയാണ്. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വിവിധ വാർഡുകളിലെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരിക്കുന്നു. പഞ്ചായത്തിൻ്റെ മഴക്കാല പൂർവ്വ ശുചീകരണ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെ പുതുക്കാട് ടൗൺ 2ാം വാർഡിനെ കേന്ദ്രീകരിച്ച് ശുചീകരണ പ്രവർത്തികൾ നടത്താനുള്ള ഒരുക്കത്തിലാണ്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും വൻ വർധനവ്. ഗ്രാമിന് 140 രൂപയും പവന് 1120 രൂപയുമാണ് ബുധനാഴ്ച ഒറ്റയടിക്ക് വർദ്ധിച്ചത്. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുതിച്ചുയരുകയാണ്. ബുധനാഴ്ച മാത്രം ഗ്രാമിന് 140 രൂപയാണ് വർദ്ധിച്ചത്. ഇതോടെ 1 ഗ്രാം സ്വർണം വാങ്ങാൻ 14,585 രൂപ നൽകണം. പവന് 1120 രൂപ ഉയർന്നതോടെ വിപണി വില 1,16,120 രൂപയിലെത്തി. പണിക്കൂലിയും GSTയും കൂടി ചേരുമ്പോൾ ഉപഭോക്താക്കൾ ഇതിലും വലിയ തുക ജ്വല്ലറികളിൽ നൽകേണ്ടി വരും. ഇന്ത്യയിൽ സ്വർണത്തിന് ഇറക്കുമതി ചുങ്കം കൂട്ടിയതാണ് നിലവിലെ ഈ വിലക്കയറ്റത്തിന് പ്രധാന കാരണം. മെയ് 13 ഒറ്റയടിക്ക് പവന് 10,200 രൂപയോളമാണ് വിപണിയിൽ വർദ്ധിച്ചത്. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്ക് 1,23,120 രൂപയായി രേഖപ്പെടുത്തിയിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ നേരിയ കുറവ് രേഖപ്പെടുത്തിയെങ്കിലും വില വീണ്ടും മുകളിലേക്ക് തന്നെയാണ് സഞ്ചരിക്കുന്നത്. വിവാഹവാർഷികങ്ങൾക്കായി സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്ന സാധാരണ കുടുംബങ്ങളെയാണ് ഈ വിലക്കയറ്റം ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിലെ ചലനങ്ങളും ഇറക്കുമതി നിയന്ത്രണങ്ങളും തുടരുന്നതിനാൽ വരും ദിവസങ്ങളിലും സ്വർണ്ണവിലയിൽ വലിയ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാകാനാണ് സാധ്യതയെന്ന് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു. കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,515 രൂപയും പവന് 1,16,120 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.